പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് നാം സഭായോഗമായി കടന്നു വന്നു. എല്ലാവരും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും എല്ലാവരുടെയും ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നല്ലോ. നാം ഇന്നോ എല്ലാവരും കൂടി ചേർന്ന് വായിച്ച ഭാഗം ഗലാത്യലേഖനം 5-ാം അധ്യായമാണല്ലോ. ആ 5-ാം അധ്യായത്തിൽ നിന്നും ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് സംസാരിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഒന്നാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആരാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്? ക്രിസ്തു. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അപ്പൊ നമ്മൾ എവിടെ ആയിരുന്നു? നമ്മൾ അടിമനുഖത്തിലല്ലായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ലോകത്തിലുള്ള ജാതികളാണ്. നമ്മൾ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളാണിപ്പോൾ. അപ്പം നമ്മൾക്ക് ജാതികൾക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രമാണവും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വിഗ്രഹാരാധികളായി മാറിയത്. എന്നാൽ ഇസ്രായേലിന് പ്രമാണം ഉണ്ടായിരുന്നു. ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുത്തിരുന്നു. അവർക്ക് പുരോഹിതന്മാരെ കൊടുത്തു, അവർക്ക് ദേവാലയങ്ങൾ കൊടുത്തു, അവർക്ക് യാഗപീഠങ്ങൾ കൊടുത്തു, അവർക്ക് യാഗവസ്തുക്കൾ കൊടുത്തു. അപ്പം അവർക്ക് വ്യവസ്ഥ ഉള്ളവരായിരുന്നു. എന്നാൽ വ്യക്തമായിട്ട് പറയണ്, ആ വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അവിടെ വ്യക്തമായി പറയുന്ന ചട്ടങ്ങളും കൽപ്പനകളും ആയിരുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശി മരണത്താൽ അത് നീക്കി. അതിനെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് ഇരുപക്ഷത്തെയും, അതായത് യഹൂദനെയും ജാതികളെയും ഒന്നാക്കിയിരിക്കുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിലുറച്ചു നിൽപ്പിൻ. വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് പോകാൻ പാടില്ല. വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിട്ടുണ്ടെങ്കിൽ ആകയാൽ അതിലുറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകും. ഇതാരാ പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ അപ്പോസ്തലനാണ് പറയുന്നത്. ആദ്യം 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അതിലൊരുവൻ നാശയോഗ്യനായി പോയി യൂദയ്ക്ക് പകരം കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലനാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ്. കേട്ടോ, പൗലോസ് അപ്പോസ്തലൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ പൗലോസ് അപ്പോസ്തലനാണ് സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ അതിലുറച്ചു നിൽപ്പീൻ. നമ്മളും അത് തന്നെയാണ്, നമ്മളോടും അത് തന്നെയാണ് ദൂത്. ഈ വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുമുള്ള ഭാഗം നമുക്കുള്ളതല്ല. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഭാഗം ഏതാണ്? പുതിയ നിയമം. നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമമാണ്. കർത്താവ് പറഞ്ഞെന്താണ്? ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നല്ലേ ഇസ്രായേലിനോട് പറഞ്ഞത്. ഇസ്രായേലിനോട് പറഞ്ഞെന്താണ്? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അപ്പം ആ സഭയ്ക്കൊരു ഉപദേശമുണ്ട്. ആ സഭയുടെ തല ക്രിസ്തുവാണ്, നമ്മൾ ശരീരമാണ്. അപ്പം ഇവിടെ വ്യക്തമായി പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ അതിലുറച്ച്. ഇപ്പം നിങ്ങൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ദൈവാലയത്തിൽ വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടവരല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടാണ് നമ്മൾ മതത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം കേട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവർ ആകയാൽ അതിലുറച്ചു നിൽപ്പിനെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പൗലോസ് അല്ല പറയുന്നത്, അപ്പോസ്തലൻ ഇരിക്കുന്ന പരിശുദ്ധാത്മാവാണ് പറയുന്നത്.
പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, അപ്പോസ്തലനിൽ കൂടെ പറയുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരാണോ? അതെ. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരാണെങ്കിൽ ആകയാൽ അതിലുറച്ചു നിൽക്കണം. നമ്മൾ ന്യായപ്രമാണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് പഴയ നിയമങ്ങൾ വായിച്ചും ന്യായപ്രമാണത്തിലേക്കും പോകേണ്ട ഒരു കാര്യമില്ല. അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കോടിത്തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ? കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകരുമാറുള്ളൂ. ഈ പുതിയ തുരുത്തി ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് പുതിയ തുരുത്തികൾ. അപ്പൊ നമ്മൾ പുതിയ നിയമത്തിന്റെ വക്താക്കളാണ്. ഒരുവൻ ക്രിസ്തുവിലായി അവൻ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടി ആയിരിക്കുന്ന പുതിയ തുരുത്തിയിലാണ് പരിശുദ്ധാത്മാവിനെ പകരുന്നത്. അപ്പൊ നമ്മൾക്ക് പഴയ നിയമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പഴയ നിയമം നമുക്കുള്ളതല്ല. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് പൗരസഭത്തിൽ പറയുന്നത്, ജാതികളോടും യഹൂദന്മാരോടും എല്ലാവരോടും പൗരസഭത്തിൽ പറയുന്ന ആരാണ്? ആകയാൽ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പിനെന്ന് കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിനും പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യം എന്താണ്? അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞിരുപ്പേ. ഇത് ആരോടാ പറയുന്നത്? പുതിയ നിയമ വിശ്വാസികളോട് പറയാണ്. അപ്പൊ അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അത് വിട്ടിട്ട് വേറെ എവിടെ പോകാനാണ്? നമ്മൾ ഇത് വിട്ടിട്ട് നമ്മൾ വേറെ എല്ലാം പഠിച്ചും വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടുകയില്ല. നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ യാഗം കഴിച്ച് നടക്കുന്നവൻ രക്ഷിക്കപ്പെടുവോ? ഇല്ല. അപ്പൊ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. അപ്പൊ ആ രക്ഷിക്കപ്പെട്ടവരും സ്നാനമേറ്റവരും ആരോടാണ് ചേർന്നിരിക്കുന്നത്? യേശു ക്രിസ്തുവിനോട് ചേരുകയാണ്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കേൾക്കേണ്ടത്. അതാണ് കൊലോസ്യ ലേഖനത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നത്. തലയായവൻ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ നമുക്കൊരു തലയുണ്ട്. ആ തല ക്രിസ്തുവാണ്. ആ തലയിൽ നിന്നും ആ തല പറയുന്നത് പോലെ നമ്മൾ ശരീരങ്ങൾ അനുസരിച്ചെങ്കിലേ യുക്തമായി ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ യുക്തമായി ചേർന്നെങ്കിൽ മാത്രമേ സഭയ്ക്ക് ശരീരത്തിൻ്റെ വളർച്ച ഉണ്ടാകത്തുള്ളൂ, ശരീരമാകുന്ന സഭ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഈ വേറെ ഒന്നും നമ്മൾ കേൾക്കാൻ പോകരുത്. ഇത് പുതിയ നിയമത്തിൽ കർത്താവ് തിരഞ്ഞെടുത്ത തൻ്റെ അപ്പോസ്തലന്മാരാണ് ഇത് പറയുന്നത്. അത് അവർ പറയുന്നത് കേൾക്കണമെന്നുള്ള ഭാഗം പറഞ്ഞിട്ടുണ്ട് കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അങ്ങനെയല്ലേ? ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് കർത്താവായ യേശു പറഞ്ഞത്. അപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞത്. ഇനി അത് മാത്രമല്ല, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നു എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആര് പറയുന്നതാണ് കേൾക്കുന്നത്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അവരുടെ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു വലിയ പട്ടികയാണ് കാണുന്നത്, അല്ലേ? അവരാരെങ്കിലും പറയുന്നത് കേൾക്കാൻ കർത്താവ് പറഞ്ഞോ? ദാവീദ് പറയുന്നത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മോശ പറഞ്ഞത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അബ്രഹാം പറഞ്ഞത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? യാക്കോബ് പറഞ്ഞത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇസഹാക്ക് പറഞ്ഞത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അവരാരും പറഞ്ഞൊന്നും കേൾക്കാനല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവര് പോയി പറയുന്ന വചനങ്ങൾ കേട്ട് എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് കിടക്കിയില്ലേ? ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളും. ആരെയാണ് അയച്ചത്? കർത്താവ്. നിങ്ങൾ പോകുവിൻ ചെന്നായ്ക്കളുടെ നടുവിലേക്ക്, കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ ആരോടാണ് പറഞ്ഞത്? കർത്താവിന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. ആ അപ്പോസ്തലന്മാരാണ് അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. അവർ അനുസരണമുള്ളവരായിരുന്നു. അവരോട് പറഞ്ഞു,
യേശു മരിച്ചു ഉയർത്തതിന് ശേഷം അവരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി പോയി കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ യേശു സ്വർഗത്തേക്ക് പോയി അവരെ പോയി മർക്കോസിൻ്റെ മാളിക മുറിയിൽ കാത്തിരുന്നു. കൊടിയെ കാറ്റടിക്കുന്നത് പോലെ തീനാളങ്ങളായി ഇറങ്ങി വന്നു പരിശുദ്ധാത്മാവ്. അവരിൽ എല്ലാവരും വ്യാപരിച്ചു. അവരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവരെല്ലാം വചന ശുശ്രൂഷിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അവരെല്ലാം അടികൊണ്ടും കുത്തുകൊണ്ടും വെട്ടുകൊണ്ടും മരിക്കുന്നതുവരെയും അവര് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി തന്നെ പ്രവർത്തിച്ചു. അത് നമുക്ക് ഒരു മാതൃകയാണ്. നമ്മളും അതുപോലെ ആകാനാവുന്നത്. മത്തായി സുവിശേഷം 28-ന്റെ 20-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ, അതായത് സുവിശേഷം കേട്ട് നിങ്ങൾ പോയി ഭൂലോകത്തിലൊക്കെയും സകല സിദ്ധികളുടെ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ആ സ്നാനം കഴിപ്പിച്ചു വന്നവരെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി പഠിപ്പിക്കണം. എന്നാൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാം നിങ്ങളോടുകൂടി ഉണ്ടെന്ന് യേശു കർത്താവ് പറഞ്ഞു. അപ്പോൾ ഈ അപ്പോസ്തലന്മാര് പ്രവർത്തിച്ച പോലെ നമ്മളും പ്രവർത്തിക്കണം. അവിടെ പറയുന്നൊരു വാക്യം വ്യക്തമായിട്ട് കേട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം. അപ്പോസ്തലന്മാർ പ്രമാണിച്ചതുപോലെ നമ്മളും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണം. ഇന്ന് അതില്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പോസ്തലന്മാരെ പോലെ ജനങ്ങൾ ഇറങ്ങാത്തത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. മറ്റൊരു ഉപദേശം, മറ്റൊരു ക്രിസ്തു, മറ്റൊരു ആത്മാവാണ് ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപദേശമല്ല ഇന്ന് സഭകളിൽ പറയുന്നത്. ഇത് സഭകളിൽ പറയുന്നത് എന്താണ്? സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് അതിനെ ഉറപ്പിക്കുന്നതായ കുറേ പ്രവചന വാക്യങ്ങളൊക്കെ അതിനകത്ത് എടുത്തുകൊണ്ടിട്ട് പുതിയ നിയമത്തിൽ 1-2 വാക്യങ്ങൾ എടുത്തു പറയും. അത് ശുശ്രൂഷ അല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണെന്നാണ് വ്യക്തമായിട്ട് പറയുന്നത്. കാരണം കർത്താവ് പറഞ്ഞു, കോടി തുണി കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. പഴയ വസ്ത്രം എന്ന് പറയുന്നത് അതായത് പഴയ നിയമത്തെയാണ് കർത്താവ് പറഞ്ഞ പഴയ വസ്ത്രം. പഴയ നിയമത്തെയാണ് കർത്താവ് പഴയ വസ്ത്രം എന്ന് പറഞ്ഞത്. അപ്പൊ പഴയ വസ്ത്രത്തിൽ ഈ പുതിയ നിയമത്തിലെ ഒരു വാക്യം എടുത്തുകൊണ്ട് ഒന്ന് ചേർക്കാൻ പാടില്ലെന്ന് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞതാണ്. പുതിയ നിയമത്തിലെ ഒരു വാക്യം എടുത്ത് 1-2 വാക്യം എടുത്തിട്ട് ഒന്ന് ഈ പഴയ വസ്ത്രത്വം, അതായത് ഇന്ന് സഭകളിലൊക്കെ വായിക്കുന്ന സങ്കീർത്തന പുസ്തകത്തിലെ ഒരു അധ്യായമാണ് വായിക്കുന്നത്. ആ അധ്യായത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നിന്ന് എവിടുന്നെങ്കിലും 1-2 വാക്യം എടുത്തിട്ട് ഒന്ന് അതിനോട് ചേർത്താലേ അത് ശുശ്രൂഷയല്ല. അതിന് ഉദാഹരണമായിട്ട് കർത്താവ് പറഞ്ഞതാണ് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല, കോടിത്തുണിക്കണ്ടം കീറിയെടുത്ത്. 1-2 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്നെടുത്ത് സങ്കീർത്തന പുസ്തകത്തിലെ ഏതെങ്കിലും അധ്യായത്തോട് ചേർത്ത് ശുശ്രൂഷിക്കാൻ പോയാലേ അത് കൃത്യമായ ശുശ്രൂഷയല്ല, അത് നിലനിൽക്കില്ല, അത് കീറിപ്പോകും, അത് മണലിന്മേലുള്ള പണിയാണ്, അതിൻ്റെ വീഴ്ച വലിയതായിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾ വായിച്ചു നോക്ക്, അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ലേഖനങ്ങൾ സഭകളിൽ വായിപ്പിക്കണം. ആ ലേഖനങ്ങളിലെ ഏതെങ്കിലും ഒരു അധ്യായം എടുത്ത് വായിച്ച് അതിൽ നിന്ന് പ്രബോധിപ്പിക്കുമ്പോൾ അതിനെ ഉറപ്പിക്കുന്ന പഴയ നിയമത്തിലെ പ്രവാചക വാക്യങ്ങളും പുതിയ നിയമത്തിലുള്ള മറ്റു ലേഖനങ്ങളിലുള്ള വാക്യങ്ങളും വരുമ്പോൾ അത് സഭയുടെ ശുശ്രൂഷയായി കൃത്യമായിട്ടും പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയാണ് അവിടെ വെളിപ്പെടുന്നത്. ഈ ശുശ്രൂഷ ഇന്ന് നടക്കുന്നില്ല. ഇന്ന് ലോകത്തിൽ മിക്ക സഭകളും നടക്കുന്നത് സങ്കീർത്തനത്തിൽ നിന്ന് ഒരു അധ്യായം വായിച്ചിട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് ഏതെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ ഓരോ വാക്യങ്ങൾ പെറുക്കിയെടുത്ത് അതിൻ്റെ കൂടെ പറയും. പക്ഷെ അത് ശുശ്രൂഷയല്ല, അത് കർത്താവിൻ്റെ ശുശ്രൂഷയല്ല. അത് ഇനി പറയുന്നതാണ് പൗലോസ് പറയുന്നത്, അത് വേറൊരു ഉപദേശം, വേറൊരു ക്രിസ്തു, വേറൊരു ആത്മാവ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സഭകളിൽ ഇന്ന് നടക്കേണ്ടത് എന്താണ്? ലേഖനങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു അധ്യായം എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് വായിച്ച് അവിടെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷൻ ആത്മാവിൽ ആ അധ്യായത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ പ്രവചന വാക്യങ്ങളും അവിടെ വരും, പുതിയ നിയമത്തിൽ മറ്റുള്ള വാക്യങ്ങളും അതിനോട് ചേർന്ന് വരും. അപ്പോൾ അത്
നമുക്കൊരു ഈർക്കിലെടുത്ത് വളച്ചാൽ രണ്ട് തലയും കൂടെ മുട്ടിക്കുന്നത് പോലെ മുട്ടിച്ചു കൊണ്ടുവരുവാൻ പറ്റും. അതാണ് ശുശ്രൂഷ. ഒരു മാല പോലെ കോർത്ത് എവിടെയോ കിടക്കുന്ന മുത്തുകളെല്ലാം കൂടെ ചേർത്ത് 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 തുന്നി ഒന്നിച്ചൊരു മാല പോലെ കൊണ്ടുവന്ന് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും. അതാണ് ഉപദേശം. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ഈ ഉപദേശം ഇന്ന് നടക്കുന്നില്ല എന്നാണ് വ്യക്തമായിട്ട് ഞാൻ വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വായിച്ച അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച മക്കളെ. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. കേട്ടോ, അപ്പോസ്തലൻ പറയാണ്. അപ്പോസ്തലൻ പറയുന്നു, പരിശുദ്ധാത്മാവിൽ പറയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. എന്നാൽ അത് കർത്താവിൽ നിന്ന്, അത് ദൈവത്തിൻ്റെ കൽപ്പനയല്ലേ? അത് കൽപ്പനയാണോ? ദൈവം കൊടുത്ത കൽപ്പനയായിരുന്നു. അതൊരു സമയത്തേക്ക് കൊടുത്തതാണ്. കാരണം എന്താ? എബ്രായക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? 1-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം പണ്ടു ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ, കേട്ടവർ അപ്പോസ്തലന്മാർ, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുക? പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവം പണ്ട് ഭാഗമായിട്ടും പല നിയമങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്നാം മനുഷ്യനെ ആദാമിനെ തോട്ടത്തിന് നടുവ് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം അവർക്ക് ചില നിയമങ്ങൾ കൊടുത്തു. എന്താണിത് കാരണം? കാലസമ്പൂർണത വരണമായിരുന്നു. പിതാവിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നൊരു മർമ്മം, ക്രിസ്തു എന്ന ദൈവമർമ്മം. അനാദികാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നൊരു മർമ്മമാണ് ക്രിസ്തു എന്ന ദൈവമർമ്മം. ആ ദൈവമർമ്മം വ്യക്തമായിട്ട് വെളിപ്പെടണമെങ്കിൽ കാലസമ്പൂർണത വരണം. ആ കാലസമ്പൂർണത വരുന്നത് വരെയും താൽക്കാലിക നിയമങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് നിലനിൽക്കുന്ന നിയമമല്ല. എന്നാൽ പുത്രന്റെ നാമത്തിൽ കൊടുത്തിരിക്കുന്ന നിയമമാണ് എന്നേക്കും നിലനിൽക്കുന്ന ഒരു നിയമം. ആ നിയമം നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ താൽക്കാലിക നിയമത്തെ പിടിക്കാൻ പോയാൽ നമുക്ക് സ്വർഗരാജ്യം നഷ്ടമാകുമെന്നാണ് വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, അതും ദൈവം കൊടുത്ത നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. സ്തോത്രം. വ്യക്തമായി പറയുക എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കും. പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഗമാലിന്റെ കാൽക്കരുന്ന ന്യായപ്രമാണം മുഴുവനും പഠിച്ച ഒരു റബ്ബിയാണ്. അദ്ദേഹം പറയുന്നു, പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. ഇന്നും നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾ, പെന്തക്കോസ്ത് സംഘടനകൾ ഇന്നും മുഴുവനും പോകുന്ന എങ്ങോട്ടാണ്? ന്യായപ്രമാണത്തിലേക്കാണ്. ന്യായപ്രമാണമില്ലാത്ത ജാതി ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം കേട്ടുകൊണ്ട് ഇന്ന് ന്യായപ്രമാണം വേണമെന്നും പറഞ്ഞാണ് നമ്മുടെ പുതിയ നിയമവിശ്വാസികളെല്ലാം പോണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നാശത്തിലേക്കൊരു പോക്കാണ്. ഇവിടെ രൂപാന്തരം പ്രാപിച്ച് തേജസ് പ്രാപിക്കാനുള്ള ഉപദേശമാണ് നമുക്ക് തന്നിരിക്കുന്ന ലേഖനങ്ങൾ. ആ ലേഖനങ്ങൾ കട്ടിയായ ആഹാരമാണ്. അത് നന്മതിന്മകളെ തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയമുള്ളതായി തീരുവാനുള്ള ഉപദേശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഉപദേശം നാം വിട്ടിട്ട് നാം ഈ ന്യായപ്രമാണത്തിലേക്കും സങ്കീർത്തനത്തിലേക്കും നമ്മൾ പോയി നശിച്ചു പോകുന്നതല്ലാണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. 4-ാമത്തെ വാക്യമായി ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. പെന്തക്കോസ്തുകാരനോട് പറയുന്ന പെന്തക്കോസ്തുകാരാ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വ്യക്തമായിട്ടൊന്ന് വായിക്കുക. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചപ്പോൾ
നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിലേക്ക് പോയപ്പോൾ ആ കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം വ്യക്തമായിട്ട്. 5-ാമത്തെ വാക്യം, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. സ്തോത്രം. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. നമുക്ക് യേശു കർത്താവിനോടും പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കൽപ്പനയെ അനുസരിക്കാൻ നമുക്ക് സാധിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ പുതിയ നിയമ കൽപ്പന നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുള്ളൂ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന നമ്മൾ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നില്ല. നമ്മളിന്നും ഉൽപ്പത്തി മുതലുള്ള മലാക്കി വരെയുള്ള ഭാഗമാണ് നമ്മൾ കേൾക്കുന്നെങ്കിലും വായിക്കുന്നെങ്കിലും അത് ഗ്രഹിക്കുന്നെങ്കിലും അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ കർത്താവുമായിട്ട് ബന്ധമില്ല. കാരണം യേശു ആ കൽപ്പന കൊടുത്ത അതിൻ്റെ അടിമത്തത്തിൽ കിടന്നവരെയല്ലേ യേശു വിളിച്ചു പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെയല്ലേ യേശു വിലക്ക് വാങ്ങിയത്. യേശു വിലക്ക് വാങ്ങിയത് ന്യായപ്രമാണത്തിന് കീഴിൽ കിടന്നവരെയല്ലേ യേശു വിലക്ക് വാങ്ങിയത്. വിലക്ക് വാങ്ങി പുതിയ നിയമം കൊടുത്തത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അപ്പം അവർക്ക് പഴയ നിയമം അവർക്ക് ഉണ്ടായിരുന്നിട്ട് പോലും ന്യായപ്രമാണം ഉണ്ടായിരുന്നിട്ട് പോലും ആ നിയമത്തിൽ നിന്ന് കർത്താവ് അവരെ വിളിച്ചു കൊണ്ടുവരികയാണ്. ക്രിസ്തുവിലേക്ക് നടത്തുവാനായിട്ട് ശിശുപാലനായി ഭവിച്ചു ന്യായപ്രമാണം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് കർത്താവിൻ്റെ വരവടുത്ത് കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ ഈ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. സ്തോത്രം. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്ര കാര്യം. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ നടത്തുകൾ. ഇപ്പം നന്നായിട്ട് ഓടുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം പെന്തിക്കോസിലുള്ള സഹോദരന്മാർ ചൊവ്വാഴ്ച പണി മുടക്കി കർത്താവിൻ്റെ സുവിശേഷമായിട്ടൊക്കെ നടക്കുന്നവരുണ്ട്. വെള്ളിയാഴ്ച പണി മുടക്കി പ്രാർത്ഥനയ്ക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നന്നായി ഓടുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് വേണം അവരെ കൂട്ടാം. പക്ഷേ ശരിക്കും യഥാർത്ഥത്തിൽ ഉപദേശം അനുസരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടോ? ഇവിടെ പറയുന്നത് നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. ഓട്ടമെല്ലാം തടുത്തുപോയി. ഓട്ടം ഓടി അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഓടിക്കൊണ്ടിരിക്കുന്നവരെന്ത് ചെയ്തു? പെട്ടെന്ന് വീണു പോകുന്നു. എന്തുകൊണ്ടാ? ഉപദേശത്തിൽ നിന്ന് വരുന്നില്ല, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് വരുന്നില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് വന്നെങ്കിലേ നമുക്ക് പോകാനുള്ളൊരു ആയുസ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവിന് ശക്തി വേണ്ടേ? പരിശുദ്ധാത്മാവിന് ശക്തി ഇല്ലാതെ നമുക്ക് ഓടാൻ പറ്റുമോ? ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് പിന്നെ ഇത് രണ്ടും ഇല്ലെങ്കിൽ തേജസ് പ്രാപിച്ച് സ്വർഗത്തിലെത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് പ്രാപിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ആ ഓട്ടം പോയില്ലേ? ഓട്ടം നിന്നുപോയി, നിലച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് ഇത് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. ദാവീദിനോട് ചേർന്ന് നിന്നുകൊണ്ടായില്ല, മോശയോട് ചേർന്ന് നിന്നുകൊണ്ടായില്ല, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. ദാവീദും മോശയും അതുപോലെ തന്നെ അബ്രഹാമും ഒക്കെ ഈ ക്രിസ്തുവിനോടാണ് ചേർന്ന് നിൽക്കുന്നത്. എത്രയോ കാലത്തിന് മുമ്പ് തന്നെ ക്രിസ്തു ഭൂമിയിൽ ജഡപ്രകാരം വരുന്നതിന് മുമ്പ് തന്നെ മോശ പറഞ്ഞില്ലേ, മിസ്രൈമിലെ നിക്ഷേപത്തേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയെന്ന് മോശ പറഞ്ഞല്ലോ. അപ്പം അത്രയെങ്കിലും മോശ ആ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ? ഇന്ന് നമ്മൾ ക്രിസ്തുവിനെ വിട്ടിട്ട് നമ്മൾ മോശയെ തിരക്കി പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അബ്രഹാമിനെ തിരക്കി പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കാഴ്ചപ്പാട് മങ്ങിപ്പോയിരിക്കുകയാണ്.
കാഴ്ചപ്പാട് മങ്ങി, കുരുടന്മാരായി മാറിയിരിക്കുകയാണ്. കുരുടന്മാർക്ക് എങ്ങനെ സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ എങ്ങനെ കാണാൻ പറ്റും? അതുകൊണ്ട് നമ്മുടെ കണ്ണുകളൊന്ന് തുറക്കണമെങ്കിൽ നമ്മൾ ലേഖനങ്ങളിലേക്ക് വരിക. ഇവിടെ വ്യക്തമായി പറയുകയാണ്, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. കണ്ട, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. ഇപ്പൊ പുതിയ നിയമത്തിൽ വന്നു വെച്ചും പരിച്ഛേദന കേൾക്കണമെന്നും യാഗം കഴിക്കണമെന്നും പിന്നെ ആ പഴയ നിയമത്തിൽ കാണുന്ന ആ ചില കാര്യങ്ങൾ ചെയ്യുവാനാണ് മനുഷ്യർക്ക് ആഗ്രഹങ്ങൾ. പുതിയ നിയമത്തിലേക്ക് കർത്താവുമായിട്ട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുമായിട്ട് ചേർന്ന് നിന്ന് ആത്മീയ കാര്യങ്ങൾ നടത്തുവാൻ താല്പര്യമില്ല. വിശ്വാസത്താൽ ജീവിക്കണമെന്നുള്ള താല്പര്യം ആർക്കുമില്ല. ഇവിടെ വചനം പറയും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മളെ വിളിച്ച ഒരു വിളിയെന്ന് പറഞ്ഞാൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാൻ. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെയാണ്? വിശ്വസിച്ചു സ്നാനപ്പെട്ടു. നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ലോകത്തിലെ പണിയായിരിക്കുന്നത്. ലോകത്തിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഉപജീവന ചിന്തകളാലും ധനത്തിൻ്റെ വഞ്ചനയാലും ഭാരപ്പെട്ട് നമ്മൾ പെട്ടെന്ന് നാശത്തിലേക്ക് പോകാനുള്ള വഴിയാണ് നമുക്ക് തുറന്നു വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുന്നത് വിശാലമായ വഴിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇടുക്കവും ഞെരുക്കമുള്ള വഴി ആരും ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് വിളിച്ചെന്തിനാണ്? നമ്മളെ വിളിച്ച ആ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ അധികം ഉറപ്പാക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. ആകാശത്തിലെ പറവകളെ നോക്കുന്ന അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറ ശേഖരിക്കുന്നില്ല, അവയേക്കാൾ എത്രയോ വിശേഷതകളാണ് നിങ്ങൾ. മത്തായി 6-7 ഒക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കും. അവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടരുത്, ആഹാരത്തെക്കുറിച്ച് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാളും ഉടുപ്പിനേക്കാളും വിചാരപ്പെടേണ്ട എന്താണെന്ന് കർത്താവ് പറയുകയാണ്. നമ്മുടെ ആത്മാവിന് വേണ്ടി വിചാരപ്പെടണം. കർത്താവ് പിതാവിനോടുകൂടി വസിക്കാനുള്ള കാര്യത്തിന് നമ്മൾ വിചാരപ്പെടണം. നാളത്തെ ദിവസത്തെക്കുറിച്ച് വിചാരപ്പെടരുത്. നാളത്തെ ദിവസം നമുക്കായി വിചാരപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട, ഇതാരെങ്കിലും വായിച്ചു നോക്കുന്നുണ്ടോ? നമ്മൾ ഇതൊക്കെ ഒന്നും വായിച്ചു നോക്കാതെ നമ്മൾ ഏതാണ്ട് ബന്ധുക്കോസുകാർ നമ്മളെക്കാൾ വലിയ ആൾക്കാരും ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ ജാതികൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്താണ് നമ്മൾ ഈ ലോകത്തിൽ കിടന്ന് പണിയെടുക്കുന്നത്. ആർക്കെങ്കിലും അല്പമെങ്കിലും വിശ്രമം കിട്ടുന്നുണ്ടോ? വിശ്രമമില്ലാത്ത പണികളിലേ ഒരു കണക്കിനല്ലേ ഞായറാഴ്ച ആലയത്തിലേക്ക് വരുന്നത്. ഒരു കണക്കിന് ആലയത്തിൽ വന്നു ആശീർവാദം പറഞ്ഞ ഉടനെ നമ്മൾ പോവുകയാണ്, പിന്നെ അടുത്ത പണിയിലേക്ക് പോവുകയാണ്. ആരെങ്കിലും വിശ്വാസത്താൽ ജീവിക്കുന്നുണ്ടോ? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവൻ പിന്മാറിയാൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ലെന്നാണ്. പിന്മാറിയാൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ചു ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാകണമെന്നാണ്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടം ഏതാണ്? അപ്പോസ്തലന്മാരുടെ കൂട്ടമാണ്. അവരാണ് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടം. ഇത് നമ്മളെല്ലാവരും കൂടി പണിയെടുക്കാൻ, നമ്മളെല്ലാവരും കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിച്ച് നമ്മൾ പിന്നെ വീണ്ടും ലോകത്തിലെ പണിയെടുക്കുന്നു. ലോകത്തിലെ പണി കൊണ്ടുള്ള ലാഭം ഉണ്ടാക്കുന്ന ആരാണ്? പിശാചോ അവൻ്റെ അനുയായികളുമാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? സ്വർഗരാജ്യത്തിന് വേണ്ടിയാണോ പണിയെടുക്കുന്നത്? സ്വർഗരാജ്യത്തിന് വേണ്ടി ആര് പണിയെടുക്കുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് പറ്റുന്നു? രോഗികളായി മാറുന്നു, ക്ഷീണിതരായി മാറുന്നു. നമുക്ക് സമയമില്ല, വിശ്രമം പോലുമില്ല, ശരിക്കുള്ള വിശ്രമം പോലുമില്ല. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകും. ഇവിടെ വ്യക്തമായി പറയുകയാണ്, സ്വത്രം, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് വിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. അസാരം പുളിമാവ് വിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ചർച്ചിൽ ചെല്ലുമ്പോൾ പഴയ നിയമം എടുത്ത് അവന് ശരിക്ക് പ്രബോധിപ്പിക്കും. ആ പഴയ നിയമം എടുത്ത് പ്രബോധിക്കും. നിന്നെ വാലല തലയാക്കും, നിന്റെ അതിരുകൾ വിസ്താരമാക്കും, നീ അമേരിക്ക പോകും, നീ നിന്റെ മക്കൾ അവിടെ ആ രാജ്യത്ത് പോകും. അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്ത് നമ്മളെ ലോകത്തിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ ശുശ്രൂഷകന്മാർ ചെയ്ത പണിയാ. അപ്പൊ ഇതാണ് പൗലോസപ്പോസ്തലൻ പറയുന്നത്. പൗലോസപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് വിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. വ്യക്തമായിട്ട് പൗലോസപ്പോസ്തലൻ പറയുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ വിശ്വാസികളായിരിക്കുന്ന പെന്തക്കോസ്ത് സമൂഹമേ,
നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ വീഴ്ച നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം നിങ്ങൾ നടത്തുന്ന ഒരു വലിയൊരു കൂട്ടം ശുശ്രൂഷാ വൃന്ദങ്ങളുണ്ട്. അവർ മുഴുവനും ദ്രവ്യാഗ്രഹത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, ദ്രവ്യാഗ്രഹത്തിലേക്ക്. കാരണം അവർക്ക് ദ്രവ്യാഗ്രഹമുണ്ട്. അവർക്ക് ദ്രവ്യാഗ്രഹം ഉള്ളത് കൊണ്ട് ദ്രവ്യാഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഈ സഭയിൽ വരുന്ന എല്ലാ വിശ്വാസികളും ജോലിക്ക് പോകണം, ജോലിയെടുക്കണം, വെറുതെ ഭക്ഷണം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോയി തകർത്ത് തരിപ്പണമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടായിരുന്നാലും തൻ്റെ ഭക്തന് ഒരു നന്മയ്ക്കും കുറവുണ്ടായിരുന്നാണ് വചനം. അറിയാവോ? ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടാതിരുന്നാലും തൻ്റെ ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടായിരുന്ന. ബാലസിംഹം എന്ന് പറയുന്നത് ഉപമയായിട്ട് കർത്താവ് പറഞ്ഞ, കാട്ടിലെ ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടാതിരിക്കില്ല. കാരണം തള്ളവിസിംഹങ്ങൾ ആരെയും ആടിനെയും ആനയൊക്കെ പിടിച്ച് മുയലിനെയൊക്കെ പിടിച്ചുകൊണ്ടൊന്ന് വെറുതെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നിന്നോടാന്നും പറയും. അപ്പോൾ അതുപോലെ ഈ നമ്മുടെ ഈ ലോകത്തിലുള്ള ധനവാന്മാരുണ്ട്, സമ്പന്നന്മാരുണ്ട്. അതായത് 10-20 തലമുറ ജീവിക്കാനുള്ള സമ്പത്തുള്ളവരുണ്ട്. അവർക്ക് മക്കൾക്ക് ആഹാരം കിട്ടാതിരുന്നാലും തൻ്റെ ഭക്തന് ഒരു നന്മയ്ക്കും കുറവുണ്ടായിരുന്നാണ് കർത്താവ് പറഞ്ഞത്, വചനം പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചൂരച്ചെടിയുടെ താഴെയിരുന്ന ഒരു ഏലിയാവിനെ കാക്കയിൽ കൂടെ അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുത്ത ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം തൻ്റെ ഭക്തനെ ഒരു നന്മയ്ക്കും കുറവുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, അതൊന്ന് അനുഭവിക്കണം, അതൊന്ന് അനുഭവിക്കണം. നമ്മൾക്കത് അനുഭവിക്കണമെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് നമ്മൾ വരണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർ കൊണ്ടല്ലോ 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനങ്ങളെല്ലാം ലഭിക്കുന്നത് ആർക്കാണ്? 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുഭവിക്കാൻ പോകുന്നതും അതിൽ നിലനിൽക്കുന്നതും ആരാണ്? ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നവരാണ്. അവർക്കാണ് ഒരു നന്മയ്ക്കും കുറവില്ലായിരിക്കും. അവരെയാണ് സ്തോത്രം ദൈവത്തിൻ്റെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വിട്ടിട്ട് നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടാൻ പോകില്ല. നമ്മൾക്ക് താൽക്കാലികമായ ആശ്വാസമായി ഈ ഭൂമിയിൽ കിട്ടത്തുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ വരവിൽ ഇവിടുന്ന് നാം പറന്നു പോകണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പുതിയ നിയമ ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. ഇന്ന് സഭകളിലുള്ള സങ്കീർത്തന വായന നിർത്തണം. ഇന്ന് സഭകളിൽ ആരാധന എന്ന് പറയുന്ന പുസ്തകത്തിലെ പാട്ട് എഴുതി പാടി കൈകൊട്ടണതും തമ്പേരടിക്കണമൊക്കെ നിർത്തണം. ഇതെല്ലാം നിർത്തിയിട്ട് സ്തോത്രത്തിൽ ആരംഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ആരാധിക്കണം, അന്യഭാഷയിൽ ആരാധിക്കണം. ഒരു പാട്ടും വേണ്ട ഈ സഭകളിൽ, പുസ്തകത്തിൽ ഒരു പാട്ടും പാടരുത്. അതെല്ലാം ദുരുപദേശത്തിൽ നിന്ന് വന്നതാണ്. അതെല്ലാം 3-ാം നൂറ്റാണ്ട് മുതലാണ് ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ സഭകളിൽ സ്തോത്രത്തിൽ ആരംഭിക്കണം. നിങ്ങളുടെ ആരാധന സ്തോത്രത്തിൽ ആരംഭിച്ച് ആത്മാവിലാകണം. പുസ്തകത്തിലെ പാട്ടൊന്നും വരരുത്. അതുപോലെ തന്നെ സങ്കീർത്തന വായനയോ പഴയ നിയമത്തിലോ ഒന്നും അവിടെ പറയേണ്ട കാര്യമില്ല. അവിടെ വായിക്കേണ്ടതെല്ലാം ലേഖനങ്ങളാണ് വായിപ്പിക്കേണ്ടത്. ലേഖനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരമാണ് നിങ്ങൾ ആ കൂട്ടായ്മ കൊണ്ട് നടക്കുന്നെങ്കിൽ, അവിടെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷന്മാർ ഇതനുസരിക്കുന്നെങ്കിൽ, അവിടെയുള്ള വിശ്വാസികളെല്ലാം ബലവാന്മാരാവും, ശക്തന്മാരാവും. ക്രിസ്തുവിന് യോഗ്യമായ രീതിയിൽ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടി പ്രബോധിപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അതേപോലെ നമ്മളും അവിടുത്തെ ശുശ്രൂഷകന്മാരും അവിടുത്തെ വിശ്വാസികളോട് പ്രബോധിപ്പിച്ച് ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ഒരു മനുഷ്യൻ ഇവിടെ ഭൂമിയിലുണ്ടായില്ല. എല്ലാവരും കർത്താവിൻ്റെ വരവിൽ കർത്താവിനോടുകൂടി പിതാവിൻ്റെ സന്നിധിയിലെത്തും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു. അതല്ല, ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾ അനങ്ങുന്നില്ലെങ്കിൽ നമ്മളെയും കൊണ്ട് നാശത്തിലേക്ക് പിശാച് പോകും. സാത്താൻ അങ്ങോട്ട് നമ്മളെയും കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെ വന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണം വ്യർത്ഥമായി മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാക്കാതെ കളയരുതെന്നാണ്. വ്യർത്ഥമാക്കി കളയരുത്.
നമുക്ക് ലഭിച്ച ദൈവകൃപ വൃദ്ധമാക്കി കളയരുതെന്നാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇത് ദൈവത്തിൻ്റെ ഒരു ആലോചനയായി നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു പൂർണ്ണമായൊരു മാനസാന്തരം ഉണ്ടാകണം, പൂർണ്ണമായൊരു മടങ്ങിവരവ്, തീരൂതിക്കഴിച്ച പൊന്നിനേക്കുള്ളൊരു മടങ്ങിവരവ്. കർത്താവ് പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചു നോക്കൂ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14 പോലും നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതുകൊണ്ട് പൂർണ്ണമായൊരു മാനസാന്തരം, പൂർണ്ണമായൊരു മടങ്ങിവരവ് ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നമ്മളും ആഗ്രഹിക്കണം. ഈ സഭകൾ നടക്കുന്ന എന്താണ് കർത്താവ് മത്തായി 7 പറഞ്ഞത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിനെന്ന് അന്നാളിൽ പറയുന്നു പറഞ്ഞില്ലേ. ഇന്ന് നടക്കുന്ന സഭകൾ നടക്കുന്ന അധർമ്മം, എല്ലാ അധർമ്മങ്ങളും മാറ്റിക്കളയണം. പകല് ഓരോ ചർച്ചിൽ പോലും തിരുവത്താഴം എടുക്കരുത്. തിരുവത്താഴം സഭായോഗത്തിലല്ല എടുക്കുന്നത്. തിരുവത്താഴം എടുക്കാനുള്ളവർ ഒരുങ്ങി വീണ്ടും രാത്രി വരണം. അന്ന് പ്രാഗൽഭ്യത്തോടെ വന്നെടുക്കണം. അല്ലാതെ ഈ സഭയിൽ ഭക്ഷണം വിളമ്പണ പോലെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന സാധനമല്ല തിരുവത്താഴം. ആ തിരുവത്താഴം നടത്തേണ്ടതുപോലെ നടത്തണം. അതും ഒരു അപ്പത്തിൻ്റെ അംശികൾ, ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാകണം. ഇന്ന് എല്ലാവർക്കും വൈനും കേക്കും കൊടുക്കുന്നത് പോലെ ഓരോ ഔൺസ് ഗ്ലാസ്സിലല്ല കൊടുക്കുന്നത്. അതൊക്കെ വീണ്ടും കർത്താവിനെ ക്രൂശിക്കുന്നവരാണത് ചെയ്യുന്നത്. അതുകൊണ്ട് അത് പാടില്ല. അതെല്ലാം സഭകളിൽ നിന്ന് മാറ്റണം. പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് നമ്മുടെ ചർച്ചിൽ വന്ന് വായി ക്യാൻസറുള്ള ഒരു രോഗിയായിരിക്കുന്ന ഒരു ദൈവ പൈതൽ നമ്മുടെ ചർച്ചിലുണ്ടെങ്കിൽ ആ പൈതൽ കുടിച്ച പാത്രത്തിൽ തന്നെ നമ്മളും കുടിക്കണം. അതാണ് സ്നേഹം. അതാണ് സ്നേഹം. അതാണ് തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കി എന്ന് പറയുന്നത്. അല്ലാതെ 2 രീതിയിലല്ല, 3 രീതിയിലല്ല, എല്ലാം ഒരു രീതിയിലാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗരാജ്യ പ്രവേശനം കിട്ടുള്ളൂ. കർത്താവ് കുഷ്ഠരോഗികളെ എടുത്തു. കർത്താവ് തളർവാദ രോഗികളെ സൗഖ്യമാക്കി, മുടന്തന്മാരെ സൗഖ്യമാക്കി. എത്രയോ ആരും കണ്ടാൽ അറച്ച് അല്ലെ മാറിക്കളയുന്ന വ്രണം നിറഞ്ഞവനെ പോലും കർത്താവ് വന്ന് സൗഖ്യമാക്കി. കർത്താവ് വന്ന് അവനെ എടുത്തു. അതുപോലുള്ള മനസ്സായിരിക്കണം നമുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളാരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടത് കർത്താവിൻ്റെ വരെ നമുക്ക് എല്ലാവർക്കും ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമനപ്പെട്ട് നമുക്ക് നിന്നുകൊണ്ട് കർത്താവിൻ്റെ വരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവരാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.